കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ NCERT +1 സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക് ആണ് സെറ്റ്സ്. സെറ്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്, സെറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് കളക്ഷൻ എന്നാണ്. അപ്പോൾ കളക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ ടൈപ്പ് കളക്ഷനെയും നമ്മൾ സെറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് സെറ്റിൽ എന്തിനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു സെറ്റ് ആക്കിയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ സെക്ഷനായിട്ട് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബുക്സ് ഒരു സെറ്റ്, ബാഗ് ഒരു സെറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ അംബർലാസ് ഒരു സെറ്റ്. അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോരോ ഗ്രൂപ്പ് ആക്കിയിട്ട് ഓരോരോ ബ്രാൻഡിന്റെ വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നമ്പേഴ്സിലും സെറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമുക്കൊരു സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ ഹോൾ നമ്പർ എന്ന് പറയുന്ന അടുത്തൊരു സെറ്റാണ്. പ്രൈം നമ്പേഴ്സ്, ഇപ്പൊ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ നമുക്ക് പ്രൈം നമ്പേഴ്സിനെ എല്ലാം ഒരു സെറ്റ് ആക്കിയിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോ ഞാൻ നിങ്ങളുടെ പറയാണ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എഴുതും. ഇപ്പോൾ 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു സെറ്റ് എഴുതാൻ പറയുമ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് <10 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് എഴുതും. അപ്പോ ഞാൻ പറയുന്ന സെറ്റ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എഴുതുന്നത് സെയിം നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എഴുതുന്ന സെറ്റ് തന്നെ ആയിരിക്കും നിങ്ങളും എഴുതുന്നുണ്ടാവാം. അതുപോലെ പ്രൈം നമ്പറിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് <10 എന്ന് പറയുമ്പോൾ 10 താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 10 താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 3, 5, 7 ഈ 4 എണ്ണമാണ് 10 താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് <10. അപ്പോ ഇതിനെ നമ്മളൊരു കേളി ബ്രേസിന്റെ ഉള്ളിൽ, ഈ ബ്രേസിനെ പറയാ കേളി ബ്രേസ് എന്നാണ്. ഈ ബ്രേസിന്റെ ഉള്ളില് ഓരോ നമ്പർ എഴുതിയിട്ട് നമ്മൾ കോമട്ടിട്ടാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മളൊരു സെറ്റ് എഴുതുന്ന സമയത്ത് കേളി ബ്രേസിന്റെ ഉള്ളിലാക്കിയിട്ട് വേണം നമ്മൾ സെറ്റ് എഴുതാൻ. അപ്പോ നമ്മളിങ്ങനെ ഒരു സെറ്റ് എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രൈം നമ്പറിന്റെ സെറ്റ് <10 ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയ സെറ്റ് ഈ സെയിം സെറ്റ് തന്നെയായിരിക്കും. 2, 3, 5, 7 എന്ന് പറയുന്ന ഈ സെയിം സെറ്റ് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും എഴുതിയിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പ്രൈം നമ്പറിന്റെ സെറ്റ് എന്ന്. ഇനി ഞാൻ പറയാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ +1 സ്റ്റുഡൻസിന്റെ എണ്ണത്തിന്റെ സെറ്റ് എഴുതാൻ പറയാമെന്ന് വിചാരിച്ചോ. അങ്ങനെ പറയണ സമയത്ത് അവിടെ ഏത് സ്കൂൾ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിപ്പോ ഒരു സെറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എഴുതുന്നത് അവനവന്റെ സ്കൂളിലെ കുട്ടികൾ, അല്ലെങ്കിൽ അവരവരുടെ സ്കൂളത്തെ ക്ലാസ്സിലത്തെ കുട്ടികളുടെ എണ്ണത്തിന്റെ സെറ്റ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പൊ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന സെറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവിടെ ഏത് സ്കൂളാന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു സ്കൂളിന്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് ആ സ്കൂളില് +1 കുട്ടികളുടെ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എഴുതുന്ന സെറ്റ് ഒരേ സെറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഏത് സ്കൂളിലെ ആണ് നമ്മൾ എഴുതേണ്ടത് എന്ന്. അപ്പൊ നമുക്ക് എല്ലാറ്റിനെയും സെറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്. ഈ 100 രൂപ വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്
ചെറിയ നമ്പറിന്റെ സെറ്റ് അല്ലെങ്കിൽ വലിയ നമ്പറിന്റെ സെറ്റ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയാണ്. അപ്പൊ വലിയ നമ്പറിന്റെ സെറ്റ് എന്ന് ചോദിച്ചാലും ചെറിയ നമ്പറിന്റെ സെറ്റ് എഴുതാൻ പറഞ്ഞാലും നമ്മൾക്ക് അവിടെ ഒരു വ്യക്തതയില്ല. കാരണം ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ 100 രൂപ വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് മേടിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ എമൗണ്ട് ആണ്. കാരണം നമുക്ക് 100 രൂപയ്ക്ക് കുറച്ചധികം തന്നെ ചോക്ലേറ്റ് കിട്ടും. അപ്പൊ 100 ചോക്ലേറ്റ് മേടിക്കണത് വെച്ച് നോക്കുമ്പോൾ 100 രൂപ എന്ന് പറയുന്നത് വളരെ വലിയ എമൗണ്ട് ആണ്. നേരെ മറിച്ച് നമ്മൾ 100 രൂപ കൊണ്ട് ഒരു കാറ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, 100 രൂപ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാറ് മേടിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ഈ 100 രൂപ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് വലിയ നമ്പർ എന്നോ ചെറിയ നമ്പർ എന്നോ നമുക്ക് പറഞ്ഞ് സെറ്റ് എഴുതാൻ സാധിക്കുകയില്ല. അപ്പൊ അത് നമുക്ക് വലിയ നമ്പറിന്റെ സെറ്റ് എന്നോ ചെറിയ നമ്പറിന്റെ സെറ്റ് എന്നോ നമുക്ക് സെറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ സെറ്റില് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സ്പെസിഫൈ ചെയ്ത് അവിടെ വ്യക്തതയോടുകൂടി നമുക്കൊരു ക്ലാരിറ്റി തരണം ഏത് സെറ്റാണ് എഴുതേണ്ടത് എന്ന്. അപ്പൊ അങ്ങനത്തെ നമ്മൾ സെറ്റ് എഴുതണ സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സെറ്റിൽ ഉൾപ്പെടുത്തുള്ളൂ. അപ്പൊ ഒരു സെറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എഴുതുന്ന സെറ്റ് സെയിം ആയിരിക്കണം. ഇനി നമുക്ക് സെറ്റിന്റെ ഉള്ളിൽ നമ്പേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ലെറ്റേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം, സിമ്പിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിൽ നമുക്ക് സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നൊട്ടേഷൻസ് ആണ്. നമ്മൾ സാധാരണ ഒന്നിൽ കൂടുതൽ സെറ്റുകൾ വരുന്ന സമയത്ത് ഇപ്പൊ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ്, ഹോൾ നമ്പറിന്റെ സെറ്റ്, പ്രൈം നമ്പറിന്റെ സെറ്റ്, അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ സെറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് ആ സെറ്റുകളിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ഇപ്പൊ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് അല്ലെങ്കിൽ പ്രൈം നമ്പറിന്റെ സെറ്റ് അങ്ങനെ എടുത്ത് പറയുന്നതിന് പകരം അതിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പേര് വിളിക്കാം. ഇപ്പൊ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, അങ്ങനെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നീട്ടി വലിച്ച് പറയേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിന് പേര് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് പേര് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി സെറ്റിന്റെ ഉള്ളില് നമ്മൾ എഴുതുന്ന ഓരോന്നിനെയും പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഓൾറെഡി പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10ന്റെ ഒരു സെറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കേളി ബ്രേസിന്റെ ഉള്ളിലാണ് സെറ്റ് എഴുതുക, കോമ ഇട്ടിട്ടാണ് എഴുതാന്ന് പറഞ്ഞു. അപ്പോ ഈ സെറ്റിന് നമ്മൾ പേര് കൊടുക്കാൻ വിചാരിച്ചോ, എ എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇതിന്റെ ഉള്ളില് 2 ഉണ്ട്, അതുപോലെ 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഈ ഓരോന്നും 2ഉം 3ഉം 5ഉം 7ഉം ഈ സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് ആണ്. അപ്പൊ ഈ സെറ്റിലുള്ള ഓരോ എലമെന്റ്സ് ആണ് 2, 3, 5, 7 എന്ന് പറയുന്നത്. അപ്പോ എലമെന്റ് ആണെന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റില് എലമെന്റ് ആണെന്ന് എങ്ങനെയാണ് കാണിക്കുക? ഇപ്പോ എക്സാമ്പിൾ 2 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഒരു സിമ്പൽ ആണ് യൂസ് ചെയ്യുക. ഇതിനെ നമ്മൾ ബിലോങ്സ് ടു എന്നാണ് വായിക്കുക. അപ്പൊ 2 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് 2 എന്നാണ് ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിനെ വായിക്കുന്നത് ബിലോങ്സ് ടു എന്നാണ്. ഇനി ഈ സെറ്റിൽ ഇല്ലാത്ത ഒരു എലമെന്റ് 9 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണോ എന്ന് ചോദ്യം വരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എ എന്ന് പറയുന്ന സെറ്റിൽ 9 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല. അപ്പോ ഇതിന് നമ്മൾ എലമെന്റ് അല്ല എന്ന് കാണിക്കുന്നത് നോട്ട് ബിലോങ്സ് ടു എന്നാണ്. നമ്മൾ ഈ പോലത്തെ ഇതിട്ടിട്ട് ഒരു വെട്ട് ഇടാം. ഇങ്ങനെയാണ് നോട്ട് ബിലോങ്സ് ടുവിന്റെ സിമ്പൽ, നോട്ട് ബിലോങ്സ് ടു എ. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് അല്ല 9. അപ്പൊ എലമെന്റ് ആണ് കാണിക്കുന്നത് ബിലോങ്സ് ടു എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്.
നെക്സ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് എ സെറ്റ് ആണ്. റെപ്രസെന്റേഷൻ സെറ്റിനെ നമുക്ക് 2 ടൈപ്പിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ഇന്നൊരു പേരാണ് ടാബുലാർ ഫോം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഈ റോസ്റ്റർ ഫോം എന്താണ്, സെറ്റ് ബിൽഡർ ഫോം എന്താണെന്നാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം we list all the members of the set within braces and separated this by commas. നമ്മള് കേളി ബ്രേസിന്റെ ഉള്ളില് കോമട്ട് എഴുതുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, റോസ്റ്റർ ഫോം എന്ന്. ഒരു എക്സാമ്പിൾ ആണ് ദ സെറ്റ് എ ഓൾ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാണ് വേണ്ടത്. അപ്പൊ ഓഡ് നാച്ചുറൽ നമ്പർ 10 താഴെ വരുന്ന ഓഡ് നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1 വരും, 2, 3 വരും, 5 വരും, 7 വരും, 9 വരും. ലെസ് ദാൻ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓഡ് നമ്പർ ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 11 കൂടെ എടുക്കാം. ഇവിടെ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ 10 താഴെ വരുന്ന ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതിന് പേര് കൊടുക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റിന്റെ ഉള്ളിൽ 1 കേളി ബ്രേസിന്റെ ഉള്ളിൽ കോമട്ട് ആ എലമെന്റ്സിനെ എഴുതി. ഇങ്ങനെ എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സെറ്റ് ഓഫ് even natural number less than or equal to 10 എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് വേർഡ്സിൽ തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ സെറ്റ് ബിൽഡർ നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. അപ്പൊ റോസ്റ്റർ ഫോമിലോട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് ഇതിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റിന് പേര് കൊടുത്തു, കേളി ബ്രേസ് ഇട്ടു. ഇനി സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് പറയണത്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പൊ 10ഉം 10 താഴെ വരുന്ന ഈവൻ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2, 4, 6, 8, 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? 10ഉം എടുക്കാം. വെറും ലെസ് ദാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് 10ഉം കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് 2, 4, 6, 8, 10 എന്ന് കിട്ടും. ഇനി നമ്മളൊരു സെറ്റ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അതായത് നമ്മളൊരു സെറ്റ് എഴുതുന്ന സമയത്ത് ആ സെറ്റിന്റെ ഉള്ളില് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. സെറ്റിന്റെ ഉള്ളിൽ എന്തിന് ഇമ്പോർട്ടൻസ് ഇല്ല? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ നമ്മള് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എഴുതാൻ പറയുമ്പോൾ അത് 1, 2, 3, 4, 5 അങ്ങനെ എഴുതിപ്പോയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ആദ്യം 4 എഴുതിയാലും അല്ലെങ്കിൽ 3 എഴുതിയാലും അങ്ങനെ എഴുതിയാലും നമുക്ക് പ്രശ്നമില്ല. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് സെറ്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ സെറ്റിൽ അലൗഡ് അല്ല. ഫോർ എക്സാമ്പിള് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് തന്നിട്ടുണ്ട്. ഇതിന്റെ സെറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം കേളി ബ്രേസ് എഴുതും. അതിന്റെ ഉള്ളിൽ എം ഒരു എലമെന്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു സെറ്റിന്റെ ഉള്ളിൽ നമ്പേഴ്സ് മാത്രമല്ല വരാം, ലെറ്റേഴ്സും വരാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ എം ഒരിത്, നെക്സ്റ്റ് എലമെന്റ് ആണ് എ, അടുത്ത എലമെന്റ് ആണ് ടി, അടുത്ത എലമെന്റ് ആണ് എച്ച്, നെക്സ്റ്റ് എലമെന്റ് ആണ് ഇ, പിന്നെയും അടുത്തത് എം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു വട്ടം എം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും എം എഴുതാൻ പാടില്ല. കാരണം സെറ്റിന്റെ ഉള്ളിൽ റിപ്പീറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു വട്ടം എം എഴുതിയാൽ മതി. അടുത്തത് എ ആണ്. എ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെയും എ എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ ടി നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെയും ടി എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നതാണ് ഐ,
അതുപോലെ സി എസ്. അപ്പൊ ഇതാണ് അതിന്റെ സെറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്? ഇപ്പോ ഇൻ ദ ഫോം വി റൈറ്റ് ദ വേരിയബിൾ എക്സ് റെപ്രസെന്റിങ് എനി മെമ്പർ ഓഫ് ദ സെറ്റ് ഫോളോവ്ഡ് ബൈ എ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ബൈ ഈച്ച് മെമ്പർ ഓഫ് ദി സെറ്റ്. ഫോർ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെന്ന്, സെറ്റ് എ ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. ഇതൊരു വേർഡ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സെറ്റ് എ ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10, അതായത് 10ന് താഴെ വരുന്ന പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ എഴുതുന്നത് നോക്കിക്കോ. എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്, രണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയാം സച്ച് ദാറ്റ് എന്നാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇതാണ് അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ഇപ്പൊ നോക്കുക. 1 2 3 4 എക്സെട്ര 10 എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറയാണ്. ഇപ്പൊ തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലാണ്. ഈ റോസ്റ്റർ ഫോം തന്നിട്ട് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x such that x is a natural number less than or equal to 10 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ നാച്ചുറൽ നമ്പറിന്റെ ഒരു സെറ്റ് നമുക്ക് 1 2 തൊട്ടിട്ട് 10 വരെയുള്ള ഒരു നമ്പേഴ്സ് ഒരു സെറ്റിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടാണ്. അടുത്തത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെറ്റ്സ് ഉണ്ട്. അതില് ഒന്നാമത്തെ ടൈപ്പാണ് എം ടി സെറ്റ് ഓർ നൾ സെറ്റ്. അപ്പൊ എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് എം ടി, നോ എലമെന്റ് ഇൻ ദ സെറ്റ്. സെറ്റിന്റെ ഉള്ളിൽ ഒരു എലമെന്റും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന്. അതിന് നമ്മൾ ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ ലെറ്ററിന് 0 തൊട്ടൊരു വെട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ വായിക്കുന്നത് ഫൈ എന്നാണ്. ഒരു എക്സാമ്പിൾ ആണ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഹൂസ് സ്ക്വയർ ഈസ് -1. അതെന്താണ്? അതിനൊരു എക്സാമ്പിൾ ആണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഹൂസ് സ്ക്വയർ ഈസ് -1. ഏതെങ്കിലും ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ നമ്മൾ എടുത്താൽ നെഗറ്റീവ് വാല്യൂ വരുമോ? ഇല്ല. ഏത് നമ്പറിന് ഇപ്പൊ -1ന്റെ സ്ക്വയർ നമ്മൾ എടുത്തു, ആൻസർ +1 ആണ്. -2ന്റെ സ്ക്വയർ എടുത്തു, ആൻസർ 4 ആണ്. അപ്പൊ ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എടുത്താലും ഒരിക്കലും അതൊരു നെഗറ്റീവ് വാല്യൂ വരില്ല. അപ്പൊ നമുക്ക് സെറ്റ് എഴുതാൻ പറ്റില്ല. അത് എം ടി സെറ്റ് ആണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ദ സെറ്റ് ഓഫ് ഓൾ ദോസ് ഇന്റീജേഴ്സ് ദാറ്റ് ആർ ബോത്ത് ഈവൻ ആൻഡ് ഓഡ്. ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ദോസ് ഇന്റീജേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓൾ ഇന്റീജേഴ്സ് അത് ഇവനും ഓഡിന്റെ കേസാണ് പറഞ്ഞത്. അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരാം, പോസിറ്റീവ് നമ്പേഴ്സ് വരാം. അപ്പൊ അതിൽ ഇവനും ഓടും മാത്രമല്ല വരാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സെറ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അതെന്താണ്? എം ടി സെറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്തതാണ് സിംഗിൾട്ടൺ സെറ്റ്. എന്താ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഹാവിങ് ഓൺലി വൺ എലമെന്റ് ഇൻ എ സെറ്റ്. സെറ്റിന്റെ ഉള്ളില് ഒരു എലമെന്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന്. ഒരൊറ്റ എലമെന്റ് മാത്രമേ സെറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോ എക്സാമ്പിൾ ആണ് സെറ്റിന്റെ ഉള്ളിൽ 0. ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഒരൊറ്റ മെമ്പർ മാത്രമേ അതിന്റെ ഉള്ളിലുള്ളൂ, അത് 0 ആണ്.
അപ്പൊ സെറ്റ് ഹാവിങ് ഓൺലി വൺ എലമെന്റ് ഈസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും. എന്താ ഈ ഫൈനൈറ്റ്, എന്താണ് ഈ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് വിച്ച് ഹാസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയാന്ന് വിചാരിച്ചോ. സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 10 താഴെ വരുന്ന പ്രൈം നമ്പറിന്റെ സെറ്റ്. അപ്പോ 2, 3, 5, 7 ഇതിനൊരു എൻഡ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് നമുക്ക് എലമെന്റ്സ് എഴുതാൻ പറ്റി. ഇതേത് ഞാൻ പറയാണ് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയാണ്. സെറ്റ് പ്രൈം നമ്പറിന്റെ സെറ്റ് എഴുതാൻ പറയാണ്. അപ്പൊ പ്രൈം നമ്പറിന്റെ സെറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 2, 3, 5, 7, 11, 13, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഒരു എൻഡ് ഇല്ല. അപ്പൊ അവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് എത്തുവരെയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യത്തെ ഇങ്ങനെ എഴുതുന്ന സെറ്റിന് നമ്മൾ പറയണ പേരാണ് ഫൈനൈറ്റ് സെറ്റ്. ഇതാണ് നമ്മുടെ ഇൻഫൈനൈറ്റ് സെറ്റ്, അവസാനം ഇല്ലാണ്ട് പോകുന്ന ഒരു സെറ്റ്. അതാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് സെറ്റ് എന്താ, ഇൻഫൈനൈറ്റ് സെറ്റ് എന്താന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് കാർഡിനൽ നമ്പർ. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഫൈനൈറ്റ് സെറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എൻ ഓഫ് എ. ഇപ്പൊ ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ കുറച്ചു മുന്നേ നമ്മൾ എഴുതിയ പ്രോബ്ലത്തില് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ അതിൽ 2, 3, 5, 7 ആകെ 4 എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് എൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എ എന്ന് പറയുന്ന സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് എൻ ഓഫ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ എൻ ഓഫ് എ എന്ന് പറയുന്ന സെറ്റാണ് 2, 4, 5, 7 എന്ന് പറയുന്ന പ്രൈം നമ്പറിന്റെ സെറ്റ് എങ്കിൽ അവിടെ നമുക്ക് എൻ ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്. കാരണം 4 എലമെന്റ് ആണ് ഉള്ളത്. ഇപ്പൊ ഫൈനൈറ്റ് സെറ്റിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കാർഡിനൽ നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സെറ്റ് എടുക്കുന്നു, ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു സെറ്റ് എടുക്കുന്നു. ഈ എയിലത്തെ ഓരോ എലമെന്റ്സും ബിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എയിലെ എല്ലാ എലമെന്റ്സും എന്തിലുണ്ടാകും? ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടു, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇത് എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റാണ്. ഇനി ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു സെറ്റ് തരാണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 10 എന്ന് പറയാണ്. അപ്പൊ നമുക്കറിയാം 10 താഴെ വരുന്ന ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, അതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ് എഴുതാം. ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? അപ്പോ 2, 4, 6, 8 എന്ന് വരും. അപ്പൊ നോക്കി നോക്ക്, എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് തന്നെയാണ് ബി എന്ന് പറയുന്ന സെറ്റിലും. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആണ്. കാരണം എയിലത്തെ എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? ബിയിലുണ്ട്.
അപ്പൊ നമുക്ക് എ ഈക്വൽ ആണ് ബിക്ക് എന്ന് പറയാൻ പറ്റും. ഇതാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഈക്വാലന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഈക്വാലന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ? Two finite sets A and B are said to be equivalent if n of A equal to n of B. അതായത് രണ്ട് സെറ്റ് എയും ബിയും രണ്ട് ഫൈനൈറ്റ് സെറ്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെന്റ്സിനും ഇപ്പൊ അടിയിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. 4, 5, 3, 2 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ അനദർ സെറ്റ് തന്നിട്ടുണ്ട് 1, 6, 8, 9. എ എന്ന് പറയുന്ന സെറ്റില് 4 എലമെന്റ്സ് ആണ് ഉള്ളത്. ബി എന്ന് പറയുന്ന സെറ്റിലും 4 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോ ഇതെന്തെന്ന് പറയാൻ പറ്റും? എൻ ഓഫ് എ ഈക്വൽ ആണ് എൻ ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അതിനാണ് ഈക്വാലന്റ് എന്ന് പറയാം. ക്ലിയർലി ഈക്വൽ സെറ്റ്സ് ആർ ഈക്വാലന്റ്. ഈക്വൽ സെറ്റുകളെല്ലാം എന്താണ്? ഈക്വാലന്റ് ആണ്. ബട്ട് ഈക്വാലന്റ് സെറ്റ്സ് നോട്ട് ബി ഈക്വൽ. അപ്പൊ ഈ എല്ലാ ഈക്വൽ സെറ്റും എന്താണ്? ഈക്വാലന്റ് ആണ്. കാരണം ഈക്വൽ സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടോ അത് തന്നെ ആയിരിക്കും രണ്ട് സെറ്റിലും ഉണ്ടാവാം. പക്ഷെ ഈക്വാലന്റ് സെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല. എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ എന്നും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ എണ്ണം എലമെന്റ്സിന്റെ എണ്ണം എയിലും ബിയിലും ഈക്വൽ ആണ്. ബട്ട് എയിലത്തെ എലമെന്റ്സ് അല്ല ബിയിലുള്ളത്. എയിലത്തെ എലമെന്റ്സും ബിയിലത്തെ എലമെന്റ്സും ഈക്വൽ ആണെങ്കിലാണ് നമുക്കത് എന്തെന്ന് പറയാൻ പറ്റും? എയും ബിയും ഈക്വൽ ആന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈക്വൽ സെറ്റ് എല്ലാം ഈക്വാലന്റ് ആണ്. പക്ഷെ ഈക്വാലന്റ് സെറ്റ് എന്തല്ല? ഈക്വൽ അല്ല. അടുത്ത ടോപ്പിക്കാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ്. എയും ബിയും രണ്ട് സെറ്റുകളാണ്. ഇഫ് എവരി എലമെന്റ് ഓഫ് എ ഈസ് എലമെന്റ് ഓഫ് ബി. എയിലത്തെ എല്ലാ എലമെന്റ്സും ബിയിലെ എലമെന്റ് ആണെങ്കിൽ എ ഈസ് കോൾഡ് എ സബ്സെറ്റ് ഓഫ് ബി. എയിലത്തെ എല്ലാ എലമെന്റ്സും ബിയിലെ എലമെന്റ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് ബിന്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. നമ്മൾ സബ്സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ സി പോലെയുള്ള ഒരു ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് എ സബ്സെറ്റ് ബി എന്ന് ഇങ്ങനെയാണ് നോട്ട് ചെയ്യുക. ഇനി സബ്സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് സബ്സെറ്റ് എന്നാണ് പറയുക. അതിനെ നമ്മൾ സിമ്പൽ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് നോട്ട് സബ്സെറ്റിനെ കാണിക്കുന്നത്. ഇനി സബ്സെറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ് ഇറ്റ്സെൽഫ്. ഏതൊരു സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആണ് അതേ സെറ്റ് വരാം. രണ്ടാമത്തെ പോയിന്റ്, എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിന്റെ സബ്സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ദ എംപ്റ്റി സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിന്റെ എല്ലാം സബ്സെറ്റ് ആണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. എംപ്റ്റി സെറ്റിനെ നമുക്ക് 5 എന്നും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കേളി ബ്രേസ് മാത്രം ഇട്ടിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി സബ്സെറ്റുകളുടെ എണ്ണം നമുക്കൊരു സെറ്റ് തരാണ്. എ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെറ്റ് തരാണ് 1, 2, 3. എന്നിട്ട് ഈ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിന്റെ സബ്സെറ്റ് നമ്മൾ എഴുതുന്നത് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ് അതേ സെറ്റ്. അപ്പൊ നമുക്ക് ഈ എ എന്ന് പറയുന്ന സെറ്റിന് തന്നെ നമുക്ക് ഒരു സബ്സെറ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് സബ്സെറ്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഏതൊരു സബ്സെറ്റിന്റെയും
സബ്സെറ്റ് ആണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് ഫൈ എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു സബ്സെറ്റ് ആണ്. പിന്നെ ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള ഓരോ എലമെന്റ്സിനെയും നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സെറ്റ് 1, സെറ്റ് 2, അതുപോലെ സെറ്റ് 3, നെക്സ്റ്റ് നമുക്ക് 1,2 അതൊരു സെറ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ 2,3 അത് അടുത്ത സെറ്റ് ആണ്. പിന്നെ നമുക്ക് അടുത്ത സെറ്റ് 3,1 ഇത്രയാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സെറ്റിന്റെ ഉള്ളിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ 3,1 എന്ന് പറഞ്ഞാലും 1,3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ 1, 2, 3, 4, 5, 6, 7, 8 8 സബ്സെറ്റുകളാണ് വരുന്നത്. അപ്പൊ നമുക്കൊരു സെറ്റ് തന്നിട്ട് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ സബ്സെറ്റ് എഴുതാൻ പറയണ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. സബ്സെറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞ ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടെന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഏതൊക്കെയാന്ന് അറിയണ്ട, ജസ്റ്റ് ഒരു സെറ്റ് തരാണ്, എന്നിട്ട് ഇതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എഴുതാൻ പറഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. 2n നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2n എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തില് എത്ര എലമെന്റ് n എന്ന് പറയുന്നത്, n റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ്. നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, n എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റില് നമുക്ക് 1, 2, 3 മൊത്തം 3 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ സബ്സെറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 2n ആണ്. അപ്പൊ 2n സ്ഥാനത്ത് 3 എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 3 എന്ന് എഴുതി. 2 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 3 വട്ടം 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 8 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ ഒരു സെറ്റ് തന്നിട്ട് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2n എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ 2 നമുക്ക് 8 എന്ന് കിട്ടും. ഇനി നമുക്ക് വേറൊരു സെറ്റ് തരാണ്. എക്സാമ്പിൾ ഇപ്പോ a = നമുക്ക് വേറൊരു സെറ്റ് തരാണ് 1,2 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് തരാണ്. ഇതില് എത്ര സബ്സെറ്റ് ഉണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം 2n ആണ് നമ്മുടെ ഇക്വേഷൻ, നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അതില് 2 ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്, 1, 2 എലമെന്റ് ആണുള്ളത്. അപ്പൊ പവർ 2 വരും. 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 ആണ് നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത്. 4 സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്ന സെറ്റിനുള്ളത്. ഇനി അവര് പറയാണ് ഈ 4 സബ്സെറ്റ് ഏതൊക്കെയാന്ന് എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം 5 എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്. ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണ് 5. അതുപോലെ അതേ സെറ്റ് 1,2 അതൊരു സെറ്റാണ്. പിന്നെ നമുക്ക് സെറ്റ് അടുത്തത് 1 ഒരു സെറ്റാണ്, 2 അടുത്ത സെറ്റാണ്. ഇനി നമുക്ക് സെറ്റ് എഴുതാൻ പറ്റില്ല, കാരണം 1,2 ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞ ഈ 4 എണ്ണാണ് എഴുതുക. എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞ ജസ്റ്റ് നമ്പർ ഓഫ് സബ്സെറ്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ 2n എന്ന് പറയുന്ന ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തതാണ് പ്രോപ്പർ സെറ്റ്. നമ്മുടെ ചോദിക്കും പ്രോപ്പർ സബ്സെറ്റ് എഴുതാൻ പറയാണ്. പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രോപ്പർ സബ്സെറ്റിന്റെ ഇക്വേഷൻ 2n - 1 ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് എലമെന്റ് അല്ലേ എന്നിനുള്ളത്. അപ്പൊ 2 - 1 ആണ് പ്രോപ്പർ സബ്സെറ്റ്. 2 4 ആണ്. 4 - 1 3 ആണ് ഇവിടുത്തെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫോർമുല. നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n ഉം നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n - 1 ഉം. അത് നമുക്ക് വേരിയബിൾ n എന്നോ m എന്നോ ഏത് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ആണ് പവർ സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് പവർ സെറ്റ്? ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ഗിവൺ സെറ്റ് എ ഈസ് കോൾഡ് പവർ സെറ്റ്. എ ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. നമ്മൾ പവർ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ആയതുകൊണ്ടാണ് പി ഓഫ് എ വന്നത്. ബി എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റ് ആണെങ്കിൽ പി ഓഫ് ബി എന്ന് എഴുതും. അപ്പൊ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് എഴുതി. 5 ആണ്. പിന്നെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3, 1 2 3. ഇതിനെ എല്ലാം കൂടെ ഒരൊറ്റ സെറ്റ് ആക്കി കഴിഞ്ഞാൽ സബ്സെറ്റിന്റെ സെറ്റിനെ പറയുന്ന പേരാണ് പവർ സെറ്റ് എന്ന്. അപ്പൊ പവർ സെറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും സബ്സെറ്റിന്റെ എലമെന്റ്സ് തന്നെയായിരിക്കും പവർ സെറ്റിൽ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 2n എലമെന്റ്സ് തന്നെയാണ്. സബ്സെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും പവർ സെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും 2n തന്നെയാണ്. കാരണം സബ്സെറ്റിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സബ്സെറ്റിനെ എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ സെറ്റിലാക്കിയാൽ നമുക്ക് എന്തായി? പവർ സെറ്റ് ആയി. ഇനി അടുത്ത ടോപ്പിക് ആണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. ഇനി നമുക്ക് ബേസിക് ഓപ്പറേഷൻസ് ആണ് സെറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ആദ്യത്തെ ഓപ്പറേഷൻ ആണ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. യൂണിയൻ എന്താ? യൂണിയൻ എന്ന് പറഞ്ഞാൽ ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി. എ ആൻഡ് ബി രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. അതിന്റെ യൂണിയൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ യൂണിയൻ ബി എന്നാണ്. ഈ യൂണിയൻ എന്ന് പറയുന്ന വേർഡിന് ഒരു മീനിങ് ഓർ എന്നാണ്. യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ യൂണിയൻ ബി എന്ന് പറയുന്നതിന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. എ എന്ന് പറയുന്ന ഒരു സെറ്റിലെ എലമെന്റ് ആണ് എയും, അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് എക്സ്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുമാണ്, ഓർ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുമാണ്. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് നോക്കിയൊക്കെ ഇതിന്റെ വെൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. യൂണിയൻ നമ്മൾ എഴുതുന്നത് എയിലെയും വരും ബിയിലെയും വരും. ഫുള്ളായിട്ട് നമ്മൾ ആ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് തരാണ്. എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആന്ന് വിചാരിച്ചോ. ഇനി ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു സെറ്റ് തരാണ്. അത് 4, 2, 5, 7 ആന്ന് വിചാരിച്ചോ. രണ്ട് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് സെറ്റിന്റെയും യൂണിയൻ നമ്മുടെ അടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ യൂണിയൻ ബി എഴുതാൻ പറഞ്ഞാൽ ഈ രണ്ട് സെറ്റിലത്തെയും എലമെന്റ്സിനെ ഒരൊറ്റ സെറ്റിലാക്കി എഴുതാം. അപ്പൊ 1, 2, 3, അത് രണ്ടാമത്തെ സെറ്റിൽ 4. ഓൾറെഡി 2 നമ്മൾ എഴുതിയിട്ടുണ്ട്, പിന്നെയും നമ്മൾ 2 എഴുതേണ്ട ആവശ്യമില്ല, കാരണം സെറ്റിന്റെ ഉള്ളിൽ റിപ്പീറ്റേഷൻ പാടില്ല. അപ്പൊ അടുത്തത് 5, പിന്നെ 7. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സും ചേർത്ത് ഒരൊറ്റ സെറ്റ് ആക്കിയിട്ട് എഴുതാം. അതിൽ റിപ്പീറ്റേഷൻ ഉള്ളത് മാത്രം ഒഴിവാക്കാം നമ്മൾ. ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ടോപ്പിക് ആണ് ഇന്റർസെക്ഷൻ. നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ യൂണിയൻ പഠിച്ചു. രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് സെറ്റുകൾ എ ബി ആണെന്നുണ്ടെങ്കിൽ അതിന് ഇന്റർസെക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. യൂണിയനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ആയി. അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സെറ്റിന്റെ ഉള്ളില് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇന്റർസെക്ഷന്റെ മീനിങ് ആൻഡ്
ഓർ ബോത്ത്. ആൻഡും ബോത്തും വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. പക്ഷെ യൂണിയന്റെ കേസിൽ എക്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എയിലെ എലമെന്റ് ആണ് ഓർ ബിയിലെ എലമെന്റ് ആണ്. അപ്പൊ ഇതില് ആൻഡ് വരുമ്പോ എയിലെയും എലമെന്റ് ആണ് ബിയിലെയും എലമെന്റ് ആണ്. അപ്പൊ നോക്കി നോക്ക്, രണ്ട് സെറ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ സെറ്റ് എ, ഇത് രണ്ടാമത്തെ സെറ്റ് ബി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് ഇന്റർസെക്ഷൻ. ഈ നടുക്ക് ഷെയ്ഡ് ചെയ്ത ഈ പോർഷൻ ആണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഭാഗം. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ എ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെറ്റ് തരാണ്. സെറ്റ് ഓഫ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് നമുക്ക് തന്നു. ഇനി ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു സെറ്റ് തരാണ്. സെറ്റ് 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നു. അപ്പൊ എയുമായി ബിയുമായി. ഇനി നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞപ്പോ എയിലെയും ബിയിലെയും സെറ്റിനെ ഒരൊറ്റ സെറ്റാക്കിയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, യൂണിയൻ എന്ന് പറയണത്. പക്ഷെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിലും ബി എന്ന് പറയുന്ന സെറ്റിന്റെ എലമെന്റ്സിലും കോമൺ ആയിട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കി നോക്ക്, ആദ്യത്തെ സെറ്റിൽ 1, 2, 3, 4 ആണ്. രണ്ടാമത്തെ സെറ്റിൽ 2, 4, 6, 8 ആണ്. ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്. അപ്പൊ 2 ഒന്നാണ്. അടുത്ത 3, ഇതില് 4 ഉണ്ട്, ഇതില് 4 ഉണ്ട്. അടുത്ത 4. അപ്പൊ വേറെ ഏതും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പൊ 2, 4 ആണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബി. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പറിന്റെ സെറ്റ്. ഇനി അടുത്തതാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സെറ്റിന്റെ ഓപ്പറേഷൻസ് പഠിച്ചു, യൂണിയനും പഠിച്ചു, ഇന്റർസെക്ഷനും പഠിച്ചു. അടുത്തതാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഡിസ്ജോയിന്റ്. രണ്ട് സെറ്റ് എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫൈ ആയിരിക്കണം. എ ഇന്റർസെക്ഷൻ ബി, അതായത് എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ലെങ്കിൽ അതെന്താണ്? ഫൈ ആയിരിക്കും. എ ആൻഡ് ബി ഹാവ് നോ എലമെന്റ്സ് ഇൻ കോമൺ. അപ്പൊ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റിന്റെ ഡയഗ്രാം വരയ്ക്കുന്നത് രണ്ടും എയും ബിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഡിസ്ജോയിന്റ് സെറ്റ് കാണിക്കുക. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട് 1, 3, 5 എന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു സെറ്റ് തന്നിട്ടുണ്ട് 2, 4, 6. എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല. അതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ എ ആൻഡ് ബി ആർ എന്താണ്? ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. അടുത്ത ടോപ്പിക് ആണ് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്, എയും ബിയും രണ്ട് സെറ്റുകളാണ്, then their difference, നമ്മൾ എ മൈനസ് ബി ഈസ് ഡിഫൈൻഡ് ആസ് എ മൈനസ് ബി. ഇനി നമുക്ക് എങ്ങനെ ഡിഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് എക്സ്. പക്ഷെ ബി എന്ന് പറയുന്ന സെറ്റിലെ നോട്ട് എലമെന്റ് ആണ് എന്ത്? എക്സ്. ഇനി ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ബി. എക്സ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്, പക്ഷെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് അല്ല. ഇതാണ് എ മൈനസ് ബിയും ബി മൈനസ് എയും.
എ മൈനസ് ബിയും ബി മൈനസ് എയും ഒരിക്കലും എന്തല്ല, ഈക്വൽ അല്ല. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ് നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 4 5. ബി എന്ന് പറയുന്ന സെറ്റിൽ വേറൊരു എലമെന്റ്സ് തന്നിട്ടുണ്ട് 1 3 5 7 9. ഈ നമ്മുടെ ക്വസ്റ്റ്യൻ എ മൈനസ് ബി എന്നാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലത്തെ എലമെന്റ്സിനെ എയിൽ നിന്ന് ഒഴിവാക്കിയാൽ ബിയിൽ ബാക്കിയുള്ളത്. ഇപ്പൊ നോക്കി നോക്ക്, ബിയിലത്തെ എലമെന്റ്സ് ഇതാണ്. ഇതിനെ എയിൽ നിന്ന് കളയാം. ഇതിൽ 1 ഉണ്ട്, ഇതിൽ 1 ഉണ്ട്, കളഞ്ഞു. ഇതിൽ 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്, നമ്മൾ 3 കളഞ്ഞു. അടുത്തത് ഇതിൽ 5 ഉണ്ട്, ഇതിൽ 5 ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ഏതും ഇല്ല. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലത്തെ എലമെന്റ്സിനെ ബിയിൽ നിന്ന് ഒഴിവാക്കിയാൽ എയിൽ ബാക്കിയുള്ളത്, ഇനി എയിൽ ബാക്കി ഏതാ, 2ഉം 4ഉം മാത്രമാണ് എയിൽ ബാക്കിയുള്ളൂ. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2,4. ഇനി അടുത്തത് ബി മൈനസ് എ എന്ന് വിചാരിച്ചോ. അപ്പൊ ബിയിലുള്ള എലമെന്റ്സിനെ എയിൽ നിന്ന് ഒഴിവാക്കിയാൽ ബിയിൽ ബാക്കിയുള്ളത്. അപ്പൊ ബി നമുക്ക് എലമെന്റ്സിനെ ഒഴിവാക്കി നോക്കാം. ബിയിലുള്ള എലമെന്റ്സിനെ എയിൽ നിന്ന് ഒഴിവാക്കാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, കളഞ്ഞു. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഒഴിവാക്കി. പിന്നെ ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്, ഒഴിവാക്കി. പിന്നെ ഇവിടെ 7ഉം 9ഉം ഇവിടെ ഒന്നും കളയാനില്ല. അപ്പൊ ബിയിൽ നിന്ന് എ ഒഴിവാക്കി. ഇനി ബാക്കി ബിയിൽ ഉള്ളതാണ് ചോദിക്കുന്നത്. ബിയിൽ ബാക്കി ഏതാ, 7ഉം 9ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 7,9. അപ്പൊ ഒരേ സെറ്റിന്റെ എയുടെയും ബിയുടെയും എ മൈനസ് ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആണ് ബി മൈനസ് എക്ക്. നെക്സ്റ്റ് ആണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എന്താണ് ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? ഇഫ് യു ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്, യു എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് യു. നമ്മൾ ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിലത്തെ എലമെന്റ്സ് എല്ലാം എവിടെ ഉണ്ടാവും, ഈ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവും. Then the complement of A is set which contain those elements of U which are not contained in A is denoted by, നമ്മൾ കോംപ്ലിമെന്റിനെ കാണിക്കുക ഒന്നില്ലെങ്കിൽ എ ഡാഷ് എന്ന് എഴുതും, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് മുകളിൽ ഇങ്ങനെ സി ഇട്ടിട്ട് എഴുതും. ഇങ്ങനെ 2 ടൈപ്പിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുലയാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് x such that x belongs to u and x belongs to a. ഇതാണ് എന്തിന്റെ ഫോർമുല, നമ്മുടെ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റിന്റെ ജനറൽ ഫോർമുല. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എക്സെട്ര അങ്ങനെ പോകുന്ന ഒരു സെറ്റാണ് തന്നിരിക്കുന്നത്. എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് തന്നിട്ടുണ്ട്, 2 4 6 8 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളടുത്ത് എ കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞാൽ എയിലത്തെ എലമെന്റ്സ് എല്ലാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളത്. അപ്പൊ ഫോർ എക്സാമ്പിള്, എ എന്ന് പറയുന്ന സെറ്റില് 2 3 5 7 5 എന്നുള്ള നമ്പേഴ്സാ വിചാരിച്ചോ. ഇനി യൂണിവേഴ്സൽ സെറ്റില് 1 മുതൽ 10 വരെയുള്ള എലമെന്റ്സ് ഉണ്ട് വിചാരിച്ചോ. അപ്പൊ എ കോംപ്ലിമെന്റ് എഴുതാൻ പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ എ ബാക്കി ഏതാ, 1 ഉണ്ടാവും, പിന്നെ 2 കളഞ്ഞു, 3 കളഞ്ഞു, 4 ഉണ്ട്, 5 ഇല്ല, 6 ഉണ്ട്,
ഏഴില്ല, 8, 9, 10. ഇതാണ് എന്ത് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളതാണ് എന്ത് എ കോംപ്ലിമെന്റ്. ഇനി അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് റിസൾട്ടുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെയാണ് യൂണിയന്റെ കോംപ്ലിമെന്റ് എടുത്താൽ അത് ഫൈ ആയിരിക്കും. അതുപോലെ ഫൈന്റെ കോംപ്ലിമെന്റ് എടുത്താൽ അത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഫൈ ആണ്. ഈ ഐഡന്റിറ്റീസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓൾജിബ്ര ഓഫ് സെറ്റ്സ്. അതിൽ ഒന്നാമത്തെ സെറ്റ്സിന്റെ ഓൾജിബ്രസ് പഠിക്കണതിൽ ആദ്യത്തെയാണ് ഫോർ എനി സെറ്റ് എ. ഏതൊരു സെറ്റ് എ എടുത്താലും എ യൂണിയൻ എ എന്ന് പറയുന്നത് എന്ത് എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തരാണ് 2, 4, 6. എ യൂണിയൻ എ എന്ന് പറഞ്ഞ എന്താ യൂണിയൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സും എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന് ഒരൊറ്റ സെറ്റ് ആക്കിയിട്ട് എഴുതാം. അപ്പൊ നോക്കിയൊക്കെ ഇത് തന്നെയല്ലേ വരാ 2, 4, 6 തന്നെയല്ലേ വരാ. അതാണ് എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം സെറ്റുകൾ തമ്മിൽ ഇന്റർസെക്ഷൻ ചെയ്താലും അതേ സെറ്റ് തന്നെയാണ് കിട്ടുക. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേ സെറ്റ് തന്നെയല്ലേ വരാ 2, 4, 6. അപ്പൊ ഇതിന്റെ ഇന്റർസെക്ഷൻ പറഞ്ഞ എന്താ കോമൺ ആയിട്ടുള്ളത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് തന്നെയാണ് ബി എന്ന് പറയുന്ന സെറ്റ് സെയിം എ എന്ന് പറയുന്ന സെറ്റിലുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് എ തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയണത് ഫോർ എനി സെറ്റ് എ വി ഹാവ്. അതിൽ ആദ്യത്തെയാണ് എ യൂണിയൻ ഫൈ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. എ യൂണിയൻ ഫൈ is equal to എ. അതുപോലെ എ ഇന്റർസെക്ഷൻ ഫൈ is equal to ഫൈ. എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് എന്താ യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാലും എ എന്ന് പറയുന്ന സെറ്റ് ആണ്. അടുത്തത് കോംപ്ലിമെന്റ് ആണ്. എ കമ്മ്യൂട്ടേറ്റീവ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും എന്താണ് ഈക്വൽ ആണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും എന്താണ് ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3. ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് 2, 5, 6, 8. ഇനി നമ്മള് ഇതിന്റെ യൂണിയൻ എഴുതാൻ വിചാരിച്ചോ. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഒറ്റ സെറ്റ് ആക്കിയിട്ട് എഴുതാം. അപ്പൊ 1, 2, 3. പിന്നെ ഓൾറെഡി 2 എഴുതിയിട്ടുണ്ട്. 5, 6, പിന്നെന്ത് വരും 8 വരും. അപ്പൊ അതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി നമ്മള് ബി യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്താ ബിയിലത്തെ എലമെന്റ്സ് ആദ്യം എഴുതുക. 3, 2, 5, 6, 8. അതുപോലെ എ എന്ന് പറയുന്നതിലത്തെ എലമെന്റ് 1, 2, 3. അപ്പൊ 1, 2 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പിന്നെ 3. അപ്പൊ നോക്കി നോക്ക് എ യൂണിയൻ ബിയിലെ എലമെന്റ്സും ബി യൂണിയൻ എയിലെ എലമെന്റ്സും എന്താണ് ഈക്വൽ ആണ്. അപ്പൊ ഇതെന്താന്ന് പറയാൻ പറ്റും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാന്ന് പറയാൻ പറ്റും. അടുത്ത നാലാമത്തേതാണ്
എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഈക്വൽ ആണ് എ യൂണിയൻ ബി യൂണിയൻ സി. അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഈക്വൽ ആണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിക്ക്. ഇതിന് നമ്മൾ പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ് പറയാ. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അതേപോലെ അടുത്തത് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തരാണ് 1, 2, 3, 4, 5, 6. ഇതൊരു യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തരാണ് 2, 6, 4 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് എ കോംപ്ലിമെന്റ് എഴുതാൻ പറഞ്ഞ് നമുക്കറിയാം എ എന്ന് പറയുന്ന സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളത്, അപ്പൊ 2, 6, 4 കളഞ്ഞ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കി 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇതാണ് എന്ത്? എ കോംപ്ലിമെന്റ്. ഈ എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ്, ഇതിനൊന്നുകൂടെ കോംപ്ലിമെന്റ് എടുത്താൽ ഇതിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ ബാക്കി എന്തുണ്ടാവും? 2, 6, 4 എന്നുണ്ടാവും. അപ്പൊ എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. നെക്സ്റ്റ് വൺ ആണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇനി രണ്ടാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് സോൾവ് ചെയ്യാം. താങ്ക് യു.